പൊതുവെ ആളുകൾ വെളിയിൽ പോകുന്നു. എന്തിനാ വെളിയിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പണം സമ്പാദിക്കാൻ പോകുന്നു. ഒരു ജോലി, പഠിത്തം ബേസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ, അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു വരുമാനം, പിന്നെ അതിന് ഇടയ്ക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക എൻജോയ്മെന്റും കാര്യങ്ങളും അതവർ സ്റ്റാറ്റസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു, നാട്ടുകാരെ കാണിക്കുന്നു, നാട്ടുകാർ കാണുന്നു, ഇവൻ വലിയ പണക്കാരനാണ്, നാട്ടുകാരങ്ങ് അവരെ ബൂസ്റ്റ് ചെയ്ത് എന്തൊക്കെയാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതാണോ ശരിക്കും പറഞ്ഞാൽ വെളിയിൽ പോകേണ്ടത്? ശരിക്കും പറഞ്ഞ ഒരു എക്സ്പ്ലോറേഷൻ അല്ലയോ? അവിടെ എന്താണ് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനും ദൈവം ആക്കിയിരിക്കുന്ന ഈ വേൾഡ് എല്ലാം കണ്ട് അവിടെ കുറച്ച് ദിവസം ജീവിച്ച് അവിടുത്തെ ആ ഒരു ഭംഗി ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും. ഇതിപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് സ്ട്രഗിള്, എങ്ങനെയെങ്കിലും ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരണം, അതിനിടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണണം എന്നൊരാഗ്രഹത്തിലിരിക്കുന്നു. പാതി സ്ട്രഗിള്, പാതി എന്തൊക്കെയാണ്, പിന്നെ സ്റ്റാറ്റസ്, ഒരു സന്തോഷം സ്റ്റാറ്റസ് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതാണോ വെളിയിൽ ആളുകൾ പോകുന്നു? ആളുകൾ ശരിക്കും എന്ന് വെച്ചാൽ യൂത്ത്സ് പോകുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പൊതുവെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ പേടിച്ചിട്ടാണ് ഇവരെല്ലാം പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിൽ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ പണം നമ്മളെയല്ലേ ചേസ് ചെയ്യേണ്ടത്. നമ്മളായിരിക്കുന്നിടത്ത് തന്നെ എല്ലാം വന്നു ചേരത്തില്ലയോ ഈ എന്ന് വെച്ചാൽ ജോലിപരമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് പതുക്കെ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും തെളിഞ്ഞു വരട്ടെ. ഓക്കെ, ഇപ്പോൾ ആദ്യമൊക്കെ വിദേശത്ത് പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10, 25, 30, 40 വർഷമൊക്കെ വിദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത് വീട്ടിൽ വളരെയധികം പ്രാരാബ്ദങ്ങൾ, അല്ലെങ്കിൽ ഒരു തരത്തിലും നാട്ടിൽ എന്ത് ചെയ്താലും ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, അപ്പോൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടാൽ കുടുംബത്തെ രക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഒരു 10, 25, 30, 40 വർഷം മുമ്പൊക്കെ ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്ത് വിദേശത്തേക്ക് പോയി അവിടെ വിദേശത്തൊരു ജോലി കിട്ടി അവിടെ നിന്ന് കാശ് നാട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നാട്ടിൽ കഷ്ടപ്പെടുന്നതിൻ്റെ 4 ഇരട്ടി ആ വ്യക്തി അവിടെ പോയി കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ നാട്ടിലേക്ക് എന്തെങ്കിലും അയക്കാൻ പറ്റുള്ളൂ. സോ വിദേശത്ത് പോകുന്നത് എന്തിനാണ്? കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സഹോദരി അയക്കാനോ, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കോ, അല്ലെങ്കിൽ വീട്ടിൻ്റെ ജപ്തി മാറാനോ, സോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കീറാമുട്ടിയായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു തുടക്കം. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള വ്യക്തികൾ വിദേശത്ത് പോയി കാശ് അയച്ച് അവരുടെ കുടുംബത്തെ രക്ഷിച്ച് അവരൊരു മെച്ചമായ ജീവിത നിലവാരത്തിലേക്ക് വരുന്നു എന്ന് ആര് കാണുന്നു? സൊസൈറ്റി കാണുന്നു. അപ്പോൾ സൊസൈറ്റി കാണുമ്പോഴത്തേക്ക് അവൻ ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കി, അപ്പോൾ ഇനി എൻ്റെ കൊച്ചിനെയും വിടണം, എനിക്കും അതുപോലെ ആകണം. ഈ ആഗ്രഹത്തിൽ നിന്നാണ് പിന്നെ അത് ഡെവലപ്പായി എല്ലാവരും ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം, കുറച്ച് കാശുണ്ടാക്കണം, കുടുംബം രക്ഷപ്പെടുത്തണം, മെച്ചമായ ജീവിതശൈലി വേണം എന്നുള്ള രീതിയിൽ പതിയെ അതൊരു ഫാഷനായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ട്രെൻഡായി മാറുന്നത്. അതുണ്ടാക്കി തരുന്ന സൊസൈറ്റിയാണ്. അതെ, ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാൾ ജോലിയില്ലാതെ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ വീട്ടിൽ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് സൊസൈറ്റി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, എടാ നിനക്ക് ഇവിടെ നിന്ന് തെണ്ടിത്തിരിയാതെ 4 കാശുണ്ടാക്കാൻ പോയിക്കൂടെ, വിദേശത്തേക്ക് പൊക്കൂടെ, അവിടെ ഇഷ്ടംപോലെ കാശുണ്ടാക്കാമല്ലോ, നീ എന്തിനാ ഇങ്ങനെ ജന്മം പാഴാക്കുന്നത്? സോ ഈ ഒരു കാര്യം സൊസൈറ്റികളിൽ നിന്ന് രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ സൊസൈറ്റിയെ പേടിച്ചാണ് ഇപ്പോൾ പലരും വിദേശത്തേക്ക് പോകുന്നത്. അതെ, ഞാനിത് പറയുന്നത് മെജോറിറ്റിയെ കുറിച്ചാണ്. ഇതിൻ്റെ എസംഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും വിദേശത്തേക്ക് പോകുന്നത് സൊസൈറ്റിയുടെ ക്വസ്റ്റ്യനെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയെ പേടിച്ചിട്ടാണ്. ഓഫ് കോഴ്സ് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നന്മ ഉണ്ടാവും ചോദിച്ചാൽ നന്മ ഉണ്ടാവും. ഇനി വേറെ കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്. ചില യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർ പോകുന്നത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം കിട്ടുമെന്നോ, അല്ലെങ്കിൽ നാട്ടിൽ കിട്ടാത്ത കുറേ ഫെസിലിറ്റീസ് കിട്ടുമെന്നോ, ലക്ഷറീസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. അതായത് നമ്മുടെ നാട് അത്ര പോരാ, നാടിനെ മടുത്തിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെക്കാളും മേൽത്തരമായ ഇൻഫ്രാസ്ട്രക്ചറിൽ എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വിദേശത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് സഹികെട്ട് പോകുന്നവരുണ്ട്. കാരണം അപ്പൻ്റെ അമ്മയുടെ സ്റ്റാറ്റസ് അവർക്ക് നിലനിർത്താനായിട്ട്, സമൂഹത്തിനകത്ത് ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് അപ്പനും അമ്മയും, എസ്പെഷ്യലി പെൺമക്കളെ പറഞ്ഞു വിടുന്ന അപ്പനമ്മമാർ,
നേഴ്സിംഗ് രംഗത്തും മെഡിക്കൽ രംഗത്തും ഒക്കെ ഇഷ്ടമില്ലെങ്കിലും കരഞ്ഞായിരിക്കും പെൺപിള്ളേർ പോകുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പനും അമ്മയ്ക്കും ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തണം. എൻ്റെ കൊച്ചു അവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും പട്ടിണി കിടന്നാലും ഒന്നും വിഷയമല്ല, ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തണം. അങ്ങനെ പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് വന്ന് നമ്മുടെ നാടിനകത്ത് ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെ കാണാനായിട്ടുള്ള ഒരു ലെൻസ് ഇല്ലാത്തൊരു സമൂഹമായിട്ട് നമ്മുടെ സൊസൈറ്റി മാറി. ഇപ്പോൾ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെല്ലാ മേഖലയ്ക്കകത്തും, ഏത് മേഖല എടുത്താലും, ആരോഗ്യ മേഖലയാണെങ്കിലും IT മേഖലയാണെന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് മേഖലയാണെന്നുണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടേണ്ടത് നമ്മളെ ജനിച്ചു വളർന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതാരും ഇപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇൻ ടേംസ് ഓഫ് മണി മാത്രമേ നോക്കുന്നുള്ളൂ. വിദേശത്ത് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന മണി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലോട്ട് വരുന്നുണ്ടല്ലോ. മണി മതിയല്ലോ. മണി മാത്രം വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാൻ പവറാണ്. നമ്മുടെ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതും മാൻ പവറാണ്. ഇത് ശരിയായ രീതിയിൽ ഇന്ത്യയിൽ വിനിയോഗിച്ചാൽ മാത്രമേ നമ്മുടെ കൺട്രി ഡെവലപ്പ് ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നല്ല IT പ്രൊഫഷനിലുള്ള ആൾക്കാർ, നല്ല ഡോക്ടേഴ്സ്, നല്ല രീതിയിലുള്ള സ്കില്ലുള്ള ആൾക്കാരെല്ലാം അവരുടെ സ്കില്ല് ആർക്ക് കൊണ്ടുപോയി കൊടുക്കുവാണ്? വിദേശത്ത്. സ്കില്ല് അവർക്ക് കൊടുത്തിട്ട് വെറും പൈസ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ഡെവലപ്പ് ആകുന്നത് ആരാണ്? ആ രാജ്യക്കാരാണ് ഡെവലപ്പ് ആകുന്നത്. നമുക്കിവിടെ കാശ് മാത്രം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ റീത്തിങ്ക് ചെയ്യേണ്ട സമയം. കാരണം ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അത് ഡെവലപ്ഡ് കൺട്രി ആകാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ കൺട്രിക്ക് വേണ്ടി നമ്മുടെ ടാലൻറ്റുകളെ, നമ്മുടെ എഫേർട്ടിനെ, നമ്മുടെ ഐഡിയാസിനെയൊക്കെ നമ്മുടെ കൺട്രിക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്. സോ ശരിയായ രീതിയിൽ ഇതിനെ ആൾക്കാർക്ക് ഒന്ന് എഡ്യൂക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ജോയൽ ചിന്തിക്കുന്നത് എങ്ങനെ എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് മാന്യമായി ജീവിക്കാം, മോശമില്ലാത്ത രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കി, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എൻ്റെ നാട്ടിൽ എനിക്ക് എങ്ങനെ സർവൈവ് ചെയ്യാമെന്നാണ് ജോയൽ ചിന്തിക്കുന്നത്. ഈ ചിന്ത ഇപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തനമെന്നേ പറയത്തുള്ളൂ. ചിലപ്പോൾ ബന്ധുക്കൾ ഇത് മണ്ടത്തനമെന്ന് പറയത്തുള്ളൂ. അതേ പറയും. കാരണം അവരുടെ മൈൻഡ് സെറ്റ് വേറൊരു രീതിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ സാത്താനിക്കായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് ജോയലിനാണ്, അവർക്ക് സത്യമല്ലേ? അതെ. കാരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുകയും എഫേർട്ടെല്ലാം കൊണ്ടുവന്ന് കണ്ട സായിപ്പന്മാരുടെ മുമ്പിൽ അടിയറ വെക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അറബികളുടെ മുമ്പിൽ കൊണ്ട് അടിയറ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. അപ്പോൾ ശരിക്കും ജോയൽ ചിന്തിക്കുന്നതാണ് ശരിയായിട്ടുള്ള ദൈവിക ചിന്ത. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കണം, എൻ്റെ സമൂഹത്തെ സ്നേഹിക്കണം. അപ്പോൾ എൻ്റെ എഫേർട്ട് ഇവിടെ വീഴണം. എൻ്റെ എഫേർട്ട് ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇടുന്ന എഫേർട്ടിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ നമ്മുടെ കയ്യിലേക്ക് വരും. അതെ. ന്യൂട്ടൻ്റെ ലോ എന്താ? എവരി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. ഓപ്പോസിറ്റാണ്, പക്ഷേ ഈക്വലുമാണ്. അപ്പം നമ്മളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കാം, പക്ഷേ അത് ഈക്വലായിട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും. അത് കറക്റ്റായിട്ട് നമ്മൾ എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ് അത് വരാത്തത്, ആ റിട്ടേൺസ് വരാത്തത്. എഫേർട്ട് ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ വന്നേനെ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള ചിന്തയിലല്ല നമ്മൾ എഫേർട്ട് ഇടുന്നത്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാകുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ജോലി ചിന്തിച്ച തോട്ട് പ്രോസസ്സ് ശരിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ രാജ്യത്തിനും മേൽത്തരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള എഫേർട്ട് ഇട്ട് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി. ജോലിൻ്റെ പേര് 10 പേര് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പഴയ സമ്പ്രദായത്തെ, ആ മെട്രിക്സിനെ നമുക്ക് പൊട്ടിക്കാം. സോഷ്യൽ മെട്രിക്സിനെ പൊട്ടിക്കാം. ഓക്കെ, ഉറപ്പായിട്ടും പൊട്ടിക്കാൻ പറ്റും. അത് ജോലി പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി ജനങ്ങളുടെ മുമ്പിൽ. ജോലിന് പറ്റും. കാരണം ജോലി ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ ദശയിലല്ല, എൻട്രി ആയിക്കഴിഞ്ഞു, റിട്ടേൺസ് വന്നു തുടങ്ങി. ഇനി അത് പ്രൂവ് ചെയ്താൽ മതി, ജനങ്ങൾക്ക് അത് കാണത്തക്ക രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ജനങ്ങളുടെ വായടയും. അങ്ങനെ ഒരു 10 പേര് എക്സാമ്പിളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് നമുക്ക് ഈ മെട്രിക്സിനെ പൊട്ടിച്ച് നമ്മുടെ രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഗൾഫ് കൺട്രീസിന്
അബുദാബി, ഖത്തർ, ഷാർജ, ദുബായ്, ഇങ്ങനെയുള്ള ആ UAE ആ ഒരു ബെൽറ്റ്, സൗദി, ഇവിടെയെല്ലാം മലയാളികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. വേറെ ആരെക്കാളും കൂടുതൽ ഡിമാൻഡ് മലയാളികൾക്കാണ്. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് പൊതുവേ അവിടെ നിന്നാണ് സമ്പാദിച്ചുകൊണ്ട് ഇവിടെ വരുന്നത്. എല്ലാം ദുബായി പോവുക. കാരണം മലയാളിയുടെ ഇൻ്റലക്ച്വൽ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. മലയാളിയുടെ ശരിക്കുമുള്ള കാലിബർ എന്താണെന്ന് അവർക്കറിയാം. ഈ കാലിബർ ഏതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു? അവരെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് മണി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. പക്ഷെ മൊത്തം ബെനിഫിറ്റ് കൊണ്ടുപോകുന്ന ആരാ? ഊറ്റിയെടുക്കുന്ന മൊത്തം അവരാണ്. സത്യം അല്ലേ? സോ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പൊട്ടൻഷ്യലിനെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ ടാലൻറ്റുകളെ, നമ്മുടെ ഐഡിയാസിനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല? അപ്പോൾ റീസൺ പറയുമായിരിക്കും അതിനനുസരിച്ചുള്ള റിട്ടേൺ വരുന്നില്ലെന്നോ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ ഇല്ലെന്നോ എന്ന് നമ്മൾ ആരെ കുറ്റം പറയും? ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസിനെ കുറ്റം പറയും. ഈ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാ? അത് നമ്മൾ തന്നെയല്ലേ? അത് നമ്മൾ തന്നെയല്ലേ? എന്തുകൊണ്ട് നമുക്ക് അതോറിറ്റിയുടെ ഭാഗമായിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് കേന്ദ്രത്തിനകത്തേക്ക് കയറിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഓപ്പറേഷൻ സിസ്റ്റത്തിനകത്തുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറിക്കൂടാ? നമ്മളെന്തിനാ എപ്പോഴും നമ്മളൊരു ലേമാൻ, ഒരു വ്യൂ പോയിന്റിൽ നമ്മളെ കാണുന്നത് എന്തിനാ? നമ്മളൊരു ലേമാനായിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ലേ ലേമാനായി പോകുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് എന്നെ കണ്ടുകൂടാ? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എന്നെ ലിമിറ്റ് ചെയ്യണം? അപ്പോൾ പ്രശ്നം എവിടെയാണ്? പ്രശ്നം ഭരണഘടനയുടെ അല്ല, പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അല്ല, വ്യവസ്ഥയുടേതല്ല, അവസ്ഥയുടേതല്ല. പ്രശ്നം നമ്മുടേത് തന്നെയാണ്, നമ്മുടെ എസ്കേപ്പിസമാണ്. അപ്പം നമ്മൾ ശരിക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ മാത്രമേ ഇന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുള്ളൂ. അപ്പം ഇന്ന് രാഷ്ട്രീയത്തിനകത്ത് മന്ത്രിമാരായിട്ട് MLA-മാരായിട്ട് ഇരിക്കുന്ന അപ്പന്മാർക്ക് വരും ചെറുപ്പക്കാർ കയറിയെന്ന കുഴപ്പം. അവർ ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും അത് പോസിബിൾ ആവുന്ന ഒരു കാര്യമേ അല്ല. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അവിടെ പുതിയ ആശയങ്ങൾ അവർ സ്വീകരിക്കത്തുമില്ല. പഴയ ആശയങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകണം? എന്തിന് കോൺഗ്രസ്സിൽ പോകണം? എന്തിന് BJP-യിൽ പോകണം? എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ഐഡിയ ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ടൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കിക്കൂടാ? ചെറുപ്പക്കാർക്ക് ഐഡിയക്ക് എന്താ പഞ്ഞ നിന്ന്? സത്യമാണ്. എന്തിനാ ഈ പഴയ സിസ്റ്റമായിട്ട് തൂങ്ങിപ്പിടിച്ച് കിടക്കണം? ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ BJP ആണ്, ഈ സിസ്റ്റം തന്നെ പിന്നെ ഔട്ട്ഡേറ്റഡ് ആണ്. എന്തിനാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യു സ്റ്റാർട്ട് സംതിങ് എൽസ്. പുതിയൊരു ഐഡിയ കൊണ്ടുപോകാം, പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുപോകാം, പുതിയൊരു സംവിധാനം കൊണ്ടുപോകാം. നമുക്ക് മലയാളീസിനകത്ത് ഇല്ലാത്ത ഐഡിയാസ് ഇല്ല. പക്ഷെ നമുക്കില്ലാത്തത് എന്താണെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് ഒരു ഐക്യത, ഒരു യൂണിറ്റി. ഇന്നും ഇല്ല. എല്ലാവരും സെൽഫ് സെൻറ്റേർഡാണ്. ഈ സെൽഫ് സെൻറ്റേർഡ് മാറിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് വില്ലിങ് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സംവിധാനത്തെ മാറ്റാൻ പറ്റും. ഇന്ന് ദുബായ് ഇത്രയും വലിയ ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ ദുബായ് ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരു ഹബ്ബായിട്ട് മാറിയത് എങ്ങനെയാണ്? നമ്മുടെ ആളുകൾ, അവിടുത്തെ ആൾക്കാരുടെ അങ്ങനെ അവരെ യോജിപ്പിച്ച് നിർത്താനായിട്ട് ക്രമീകരണം അവിടെ യൂണിറ്റി അവിടെ ഉണ്ട്. അങ്ങനെ നിർത്താനായിട്ടൊരു ക്രമീകരണമുണ്ട്. ആ ക്രമീകരണം നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ, വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് ജോർജ്. ഒരു സന്തോഷ് ജോർജ് മാത്രം കിടന്ന് അലമുറയിട്ടിട്ട് കാര്യമില്ല. ഒരുപാട് സന്തോഷ് ജോർജ് കുളങ്ങര വരണം. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഹാൻഡ് ഷേക്ക് ചെയ്താൽ മാത്രം മതി. ഐഡിയാസ് ഇല്ലാത്തവർ ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഐഡിയാസ് ഉണ്ട്. ഈ ഐഡിയാസ് ഉള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ഹാൻഡ് ഷേക്ക് ചെയ്താൽ ഇന്നുള്ള ഈ സംവിധാനം തന്നെ മാറാം. കോൺഗ്രസിനെ പൊട്ടിച്ച് കളയാം, കമ്മ്യൂണിസ്റ്റിനെ പൊട്ടിച്ച് കളയാം. ഇനി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നമുക്ക് വേണ്ട. അവരാണ് നമ്മൾ ഇത്രത്തോളം അധപ്പതിപ്പിച്ചത്. അതിനകത്ത് തലപ്പത്തിരിക്കുന്ന അപ്പൂപ്പന്മാരുടെ ഐഡിയാസാണ് ഈ പ്രശ്നം. ഇനി അപ്പൂപ്പന്മാർ നമുക്ക് വേണ്ട. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ 65 വയസ്സോ 60 വയസ്സോ പെൻഷനാകാൻ 60 വയസ്സാകുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനകത്തിരിക്കുന്ന എംപ്ലോയീസിനെല്ലാം അവർ പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് അവരുടെ തല വേണ്ടാന്ന്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലോ 55 വയസ്സ് കഴിഞ്ഞാൽ പറഞ്ഞു വിടും. 55 ഓക്കെ, 55 വെക്ക്. 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് അവരെ വേണ്ടാന്ന്, അവരുടെ തല പിന്നെ വേണ്ട. പക്ഷേ ഇതിനും മേൽത്തരമായിട്ടുള്ള ഭരണവ്യവസ്ഥയ്ക്ക് 55, 50, 60 കഴിഞ്ഞവരെ മതിയെന്ന്. എങ്ങനെ ശരിയാവും? അവിടെയാണ് ആദ്യം മാറ്റം വരേണ്ടത്. അവിടെയാണ് ആദ്യം യങ്സ്റ്റേഴ്സ് കയറി ഭരിക്കേണ്ടത്.
സോ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തും സംസ്ഥാന ഭരണഘടനയ്ക്കകത്തും രക്തങ്ങൾ വരട്ടെ. അവിടെ ആദ്യം ഒരു ഭേദഗതി, നിയമ ഭേദഗതി കൊണ്ടുവരണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ 60 സംസ്ഥാന ഗവൺമെൻറ്റിനകത്ത് 55 ഭരണസിരാ കേന്ദ്രത്തിനകത്ത് MLA ആകുന്ന MP ആകുന്ന വ്യക്തികളുടെ വയസ്സ് 50 താഴെയാകണം, അല്ലെങ്കിൽ 45 താഴെയാകണം. അങ്ങനെ നിയമം കൊണ്ടുവരണം. എന്നാലേ കൺട്രി പുരോഗമിക്കത്തുള്ളൂ. യങ്സ്റ്റേഴ്സിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും പുരോഗമനം ഉണ്ടാകത്തുള്ളൂ. അപ്പൂപ്പന്മാർ അവരുടെ കാലഘട്ടം ഒരു തലമുറ ബാക്കിലാണ്. അപ്പോൾ മുന്നോട്ട് കുതിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ യുവാക്കൾ തന്നെ വരണം. സോ അങ്ങനെ ക്രമപ്പെടുത്തണം. MP ആയിട്ട് MLA ആയിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രായം 45 കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കുതിക്കാൻ തുടങ്ങും. സോ ഈ മാറ്റം ആരാ കൊണ്ടുവരേണ്ടത്? ജനങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ ജോയൽ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് വേണ്ടത്. എന്താ, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒരുമിക്കുകയും ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ആവശ്യമാണ്. ഇനി അടുത്ത ഇലക്ഷന് കോൺഗ്രസിൻ്റെ കയ്യിൽ കൊടുക്കരുത്, കമ്മ്യൂണിസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കരുത് ഭരണം. ഞാനിത് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ കയ്യിൽ കൊടുക്കണ്ട, കമ്മ്യൂണിസ്റ്റിനെ കൊടുക്കണ്ട, BJP ആയിരിക്കും അച്ഛൻ. BJPയുടെ കയ്യിലും കൊടുക്കണ്ട, പാർട്ടിയുടെ കൊടുക്കുന്ന കാര്യമല്ല. ഞാൻ കേരളത്തിനകത്ത് ഇങ്ങനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറയാൻ കാരണം മാറി ഭരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആയതുകൊണ്ടാണ് കേരളത്തിനകത്ത്. BJP ഇതുവരെ ഭരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് BJPയുടെ പേര് പറയാത്തത്. അല്ലാതെ ഞാൻ BJP അനുഭാവി ആയതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ BJPയുടെ കയ്യിലും അല്ല കൊടുക്കേണ്ടത്. പുതിയൊരു സംവിധാനം വരണം, പുതിയൊരു പ്രോജക്റ്റ് പോലെ ഒരു സംവിധാനം വരണം. അത് യങ്സ്റ്റേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കില്ല ക്രിസ്ത്യൻ സമൂഹത്തിൽ. എന്ന് വെച്ചാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഒന്നും കുറയുന്നില്ല, അത് കൂടി വരുന്നതായിട്ട് ഇപ്പം കണ്ടുവരുന്നത്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിൽ അത് വളരെ കുറവാണ്. അതിൻ്റെ പ്രശ്നം എന്താ? അച്ഛൻ പറഞ്ഞ അതിൻ്റെ പ്രശ്നവും നമ്മുടെ മതം തന്നെയാണ്. അതെ, പെന്തിക്കോസുകാർ പഠിപ്പിക്കുന്നത് ദേശസ്നേഹമല്ല. ഇനി ക്രിസ്ത്യാനി മറ്റുള്ള ഡിനോമിനേഷനകത്ത് പാരമ്പര്യ സഭകൾക്കകത്ത് പഠിപ്പിക്കുന്നതും രാജ്യസ്നേഹമല്ല, കമ്മ്യൂണിറ്റി സ്നേഹമാണ്. കമ്മ്യൂണിറ്റി സ്നേഹിക്കുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും കമ്മ്യൂണിറ്റി സ്നേഹിക്കാമല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റിയുള്ള സ്നേഹമല്ല വേണ്ടത്. ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അല്ല സ്നേഹിക്കേണ്ടത്, രാജ്യത്തെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂണിറ്റി സ്നേഹമുള്ളവർ അമേരിക്കക്കാർ പറയും ക്രിസ്ത്യാനികൾക്കെല്ലാം സ്വാഗതം, UAE പറയും മുസ്ലിങ്ങളെല്ലാം സ്വാഗതം, എല്ലാ ഫെസിലിറ്റി അവർക്ക് കൊടുക്കും. അപ്പോൾ രാജ്യസ്നേഹമില്ലാതെ ഇങ്ങനെയുള്ള ഓഫേഴ്സിനകത്ത് ഇവർ പോവുകയാണ്. പെന്തിക്കോസുകാരല്ല അമേരിക്കയ്ക്ക്, മുസ്ലിങ്ങളല്ല UAE, ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് അവസരങ്ങൾ കുറവെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഹിന്ദുക്കൾ ഇവിടെ കുറച്ച് ഫോക്കസ്ഡ് ആണ്. പക്ഷെ അതല്ല വേണ്ടത്. എല്ലാവരും ഇവിടെ തന്നെ നിന്ന് കാര്യത്തെ ക്രമപ്പെടുത്താൻ നോക്കണം. രാജ്യസ്നേഹം, രാജ്യത്തോടുള്ള പ്രതിബദ്ധത, രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിന് ആ പാട്രോട്ടിസമാണ് ശരിക്കും ഇനി അങ്ങോട്ട് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പം മതങ്ങൾ തളരട്ടെ, സമുദായ സ്നേഹം തളരട്ടെ, വർഗീയവാദം തളരട്ടെ, നമ്മുടെ ദേശസ്നേഹം വർദ്ധിക്കട്ടെ. ദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പുരോഗതിക്ക് വേണ്ടിയിട്ടുമുള്ള രീതികൾ രക്തങ്ങൾ കൈകോർക്കട്ടെ. അല്ലേ? അതിന് ജോയൽ ലീഡർഷിപ്പിൽ എന്തുവാ മുമ്പേ നിന്ന് നയിക്കുക. സംസാരിച്ച് തുടങ്ങും, ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് 10 പേര് കേൾക്കട്ടെ.